ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമ്മൾ പെരുന്നാളിൻ്റെ തലേന്നത്തെ വ്ളോഗാണ് കേട്ടോ. തലേന്ന് അതുപോലെ തന്നെ 3 ദിവസം അങ്ങനെ അടുപ്പിച്ചെടുത്ത ഒരു വ്ളോഗായിട്ടാണ് ഞാൻ ഇന്ന് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് തലേന്നത്തെ വ്ളോഗാണ് കേട്ടോ. നമ്മൾ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് നിന്നായിരുന്നു. നെയിൽക്കോൺ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ കൈമേൽ. ഞാൻ ഈ ഒരു മെഹന്തി ഇട്ടിട്ടത്, പക്ഷേ അതങ്ങോട്ട് കളർ വെക്കുമോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അത് ഊരി. ഇത് നമ്മളെ വീട്ടിലെ അക്കോറിയാണ്. പിന്നെ ഞാൻ ഈ ഒരു നെയിൽ കോണാട്ടോ ഇട്ടത്. പിന്നെ രാവിലെ ഊരാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ രാവിലെ ഊരാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ നല്ല കളർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കളർ ഉണ്ടായിരുന്നു. നേരത്തേക്കാട്ടും കളർ വെച്ചതുകൊണ്ട് പെരുന്നാളിന് അന്നും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നല്ല കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നല്ല പുട്ടും അതുപോലെ തന്നെ ചിക്കൻ കറി അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. ചില ഭാഗങ്ങൾ ഇട്ടിട്ടുള്ളൂ. കാരണം അതിലാകെ 60 സെക്കൻഡ്സ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ ലോങ് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പണികൾക്ക് പോയിട്ടോ. നല്ല ഉള്ളിയൊക്കെ വെട്ടാണ്ടായിരുന്നു. അതുപോലെ ബിരിയാണിക്കുള്ള ഉള്ളി അതുപോലെ തന്നെ തക്കാളി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ അടിച്ചു വരാൻ തുടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത് പണികളായിട്ട്. തക്കാളി വെട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാലഡ് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ ഉമ്മ. അപ്പം അങ്ങനെ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ലോങ് വീഡിയോ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഞാനിങ്ങനെ ലോങ് വീഡിയോ ഇടാൻ ലേറ്റ് ആക്കണത്. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ചൊരു പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. പിന്നെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നല്ലാണ്ട് ലോങ് വീഡിയോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് ക്യാമറ എടുക്കാനും കാര്യങ്ങളും. പിന്നെ ലോങ് വീഡിയോ കാണാൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പെരുന്നാളിൻ്റെ വ്ളോഗായിട്ട് അങ്ങനെ ഇടാമെന്ന്. അങ്ങനെ നമ്മൾ ഉള്ളി തൈർക്ക് വേണ്ടിയിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറെ ആക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാധാ പോലെ തന്നെ തൈരും അതുപോലെ തന്നെ ക്യാരറ്റും പച്ചമുളകും പിന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക, ഉപ്പിടുക, അതൊക്കെ തന്നെ സാലഡ്. പിന്നെ ഷോർട്ട് വീഡിയോ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള വോയിസ് കാര്യങ്ങളൊക്കെ മതി. പക്ഷെ ലോങ് വീഡിയോ ആകുമ്പോൾ ഇതിങ്ങനെ സ്ലോ ആക്കാനോ കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല. പറ്റുന്ന അത്ര ലെങ്ത്ത് വേണമല്ലോ ലോങ് വീഡിയോ ആകുമ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ അതിനനുസരിച്ചിട്ടൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഇൻ്റെതും കാര്യങ്ങളൊക്കെ പറയും. പിന്നെ നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കിട്ടുന്ന ടൈമാട്ടോ ഈ ഒരു വോയിസ് ഓവറൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കഫ്താൻ പറഞ്ഞിട്ട് ആ ഒരു ഡ്രസ്സാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് നല്ല ബിരിയാണി കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ പപ്പടം അതുപോലെ ചിക്കൻ പൊരിച്ചത് സാലഡ് അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ ഫസ്റ്റ് ഡേ വ്ളോഗാണ് കേട്ടോ. നമ്മൾ സെക്കൻഡ് ഡേ വ്ളോഗായിട്ട് നമ്മൾ ഇതിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തേർഡ് ഡേയും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിരിയാണി കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രിത്തും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ പിറ്റത്തെ ഡേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ രാവിലെ നോക്കിയപ്പോൾ നല്ല റംബൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടായ റംബൂട്ടാനാണ്. ഒന്ന് പച്ചയായത് കുട്ടികൾ പറിച്ചു വിടുന്ന കേട്ടോ അവിടുന്ന്. അപ്പോൾ അങ്ങനെ റംബൂട്ടാനൊക്കെ കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മളിവിടെ സെക്കൻഡ് ഡേയിൽ മന്തിയായിട്ട് വെക്കണത്. അമ്മായിയും അതുപോലെ തന്നെ കസിൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മന്തിയാണ് വെക്കുന്നത്. താത്തയായിട്ടോ മന്തിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾ. പിന്നെ നമ്മൾ അങ്ങനെ സത്തിൻ്റെ കാര്യങ്ങൾ ഞാനായിട്ടോ ചെയ്യുന്നത്. അതായത് മന്തിക്ക് കൂട്ടാനുള്ള ഒരു അച്ചാറ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അതാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് 2 ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ 4 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 5-6 വെളുത്തുള്ളി, ഒരു പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. ഇവിടെ അങ്ങനെ എരിവ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും അതുപോലെ തന്നെ സുർക്കും കൂടി പാകത്തിന് ഒഴിച്ചെടുക്കുക. പിന്നെ വെള്ളം കൂടി ഒഴിച്ചെടുക്കുക. നമുക്ക് പാകത്തിനനുസരിച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചെടുക്കും ചെയ്യാം. പിന്നെ മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടികളുടെ ശബ്ദം ഉണ്ടാവും കേട്ടോ. അതൊക്കെ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ അങ്ങനെ അത് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിക്കായിട്ട് അടിച്ചെടുക്കുക. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം നീട്ടിയിട്ട് അടിക്കണമല്ലേ ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് തിക്കായിട്ട് അടിക്കണമാവും ബെറ്റർ. പക്ഷെ എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സത്തൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മന്തിൻ്റെ കാര്യങ്ങളൊക്കെ ആണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. മന്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് നല്ല പായസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സേമിയ പായസം ഉണ്ടായിരുന്നു. നല്ല മിൽക്ക് മെയ്ഡും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല കുറുക്കിയെടുത്തൊരു പായസം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മന്തി എന്താ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മന്തി പൊട്ടിച്ചു. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് 2-3 ദിവസം പിടിച്ചിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ 2-3 ദിവസത്തെ വീഡിയോ കൂടിയാണ് എല്ലാം കൂടി ആട്ടോ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നല്ല പപ്പടവും അതുപോലെ തന്നെ മന്തിയും ചിക്കൻ പൊരിച്ചതും മയോണൈസും സത്തും എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളൊന്ന് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിരുന്നുകാരും കാര്യങ്ങൾ വന്നതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മളൊന്ന് ഉറങ്ങിയിട്ട്. പിന്നെ ആ പായസം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കുടിച്ചിരുന്നത്. ഉറങ്ങി നീച്ചതിന് ശേഷമായിട്ടാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു പായസം.
പിന്നെ ചായ കുടിക്കാൻ നേരമായപ്പോൾ പിന്നെ ഞാൻ ചായയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നേ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി നമ്മൾ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എല്ലാം കൂടി മധുരമാവേണ്ട വിചാരിച്ചു. പിന്നെ നമ്മൾ ഡേ 3 ആട്ടോ കാണിക്കുന്നത്. നമ്മൾ ഡേ 3 ഉമ്മാൻ്റെ വീട്ടിലായിരുന്നേ. ഉമ്മാൻ്റെ വീട്ടിലെത്തിന്ന് ഉറക്കൊക്കെ കഴിഞ്ഞ് നീച്ചപ്പോൾ അവിടെ അമ്മയൊക്കെ ഓരോ ബിരിയാണീൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ആസ് യൂഷ്വൽ ചായ കുടിക്കാൻ വേണ്ടി നിന്നു. നല്ല അപ്പോൾ അതുപോലെ തന്നെ ഇതെല്ലാം ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷോർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലായിട്ട് കൊടുക്കാം. പിന്നെ നല്ല കുട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ സാലഡ്, ചമ്മന്തി എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളൊന്ന് ഉറങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫുഡ് കഴിച്ചാൽ ഉറക്ക് പതിവാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി കൂട്ടി കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് ഉറങ്ങി നീച്ച് പിന്നെ പായസം കുടിച്ചു കേട്ടോ. ചെറുപ്പയർ പായസമായിരുന്നു കേട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തെങ്കിലും തെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം. പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, പെരുന്നാളൊക്കെ കഴിഞ്ഞ് വിരുന്നേരൊക്കെ പോയിരുന്നിട്ടും ലോങ് വീഡിയോ എന്താ കാണാത്തതിന് കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. ബൈ.